ജോസുകുട്ടിയും ഭാര്യ സുമയും അവരുടെ 2 മക്കൾ, പിന്നെ അവരുടെ അമ്മച്ചി, ഇത്രയും പേര് 5 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് തൈക്കൂട്ടത്തിൽ വീട്. ജോസുകുട്ടി കുറച്ചു കാലം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് സമ്പാദിച്ച് കൊടുത്ത് അല്പം സ്ഥലം വാങ്ങിച്ചു. പിന്നെ നല്ലൊരു വീട് വെച്ചു. പിന്നെ ജോസുകുട്ടിക്ക് ഒരു കാറുണ്ട്, പിന്നെ ഒരു ടെമ്പോയുണ്ട്. ജോസുകുട്ടി 2-3 വർഷമായി ഗൾഫിൽ നിന്ന് പോകുന്നു. ഇപ്പം നാട്ടിൽ ഈ ടെമ്പോ ഓടിക്കും, ആവശ്യം ഉള്ളവരെ വിളിക്കും, ജോസുകുട്ടി ചെന്ന് സാധനങ്ങൾ കയറ്റി ഇറക്കിയൊക്കെ ചെയ്യും. പിന്നെ കാറുണ്ട്. കാറെന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടിൽ പോകാനും വിവാഹത്തിന് ആവശ്യത്തിനൊക്കെ പോകാനും വേണ്ടി ജോസുകുട്ടിയെ വിളിക്കും. അങ്ങനെ 2 വണ്ടിക്ക് നല്ല ഓട്ടമാണ്. തന്നെയല്ല, സാധാരണയിൽ അല്പം റേറ്റ് കുറച്ചാണ് ജോസുകുട്ടി ഓടുന്നത്. അതുകൊണ്ട് ജോസുകുട്ടിയെ എല്ലാവർക്കും കാര്യമാണ്. ഏതൊരാവശ്യം ഉണ്ടെങ്കിലും ജോസുകുട്ടിയെ വിളിക്കും. അപ്പം ജോസുകുട്ടിക്ക് ഓട്ടത്തിന് യാതൊരു കുറവുമില്ല. മറ്റുള്ളവർക്ക് ഓട്ടമില്ലെങ്കിലും ജോസുകുട്ടിക്ക് ഓട്ടമുണ്ട്. കാരണം സ്വന്തം വണ്ടിയാകുമ്പോൾ ശമ്പളം കൊടുക്കണ്ട, ന്യായമായ കൂലി വാങ്ങിക്കാം. അപ്പോൾ അത് നല്ല ഓട്ടവുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മച്ചി പല പ്രാവശ്യം ജോസോട് പറയുന്നു, നമുക്ക് മലയാറ്റൂർക്കൊന്ന് പോകണം. അമ്മച്ചിയുടെ ഒരു ആഗ്രഹമാണ് മലയാറ്റൂർക്ക് പോകണമെന്നുള്ളത്. 2 വർഷം കൊണ്ട് അമ്മച്ചി ജോസോട് പറയുന്നു, മോനെ നമുക്ക് മലയാറ്റൂർക്കൊന്ന് പോകണം, എൻ്റെ ആഗ്രഹം അത്, ഞാനിതുവരെ പോയിട്ടില്ല, എനിക്കൊരു നേർച്ചയുണ്ട്, ആ നേർച്ച അവിടെ കൊണ്ടുവരണം. തന്നെയല്ല അമ്മച്ചി പ്രായമായി വരികയില്ലയോ. അപ്പം ജോസൂട്ടി പറഞ്ഞു, അമ്മച്ചി പോകാം, നമുക്ക് പോകാം, എനിക്ക് സമയം കിട്ടട്ടെ, ഇപ്പോൾ ഓട്ടത്തിൻ്റെ ഒരു തിരക്കുള്ള സമയമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ജോസൂട്ടി ഓരോ ദിവസവും തള്ളിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു ദിവസം അല്ല 2 ദിവസം ഒരു ടൂർ പ്രോഗ്രാം പോലെ വീട്ടിൽ നിന്നൊരു യാത്ര പോകണം. തന്നെയല്ല കുഞ്ഞുങ്ങൾക്കിപ്പം വെക്കേഷൻ സമയമാണ്. അപ്പം പിള്ളേർക്കും അതൊരു സന്തോഷമാകും, എല്ലാവർക്കും ഒരു സന്തോഷമാകും. ആ അഭിപ്രായം എല്ലാവരും ജോസൂട്ടിയോട് പറഞ്ഞു. അപ്പോൾ ജോസൂട്ടി പറഞ്ഞു, അടുത്ത ആഴ്ചയാട്ടെ, ഈ ആഴ്ച 2 കല്യാണമുണ്ട്, പിന്നെ വേറെ ഇച്ചിരി ഓട്ടമുണ്ട്, അതൊക്കെ കഴിയുമ്പോൾ അടുത്ത ശനിയാഴ്ച പോകാമെന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിച്ചു. അങ്ങനെ ജോസൂട്ടിയുടെ ഓട്ടമെല്ലാം കഴിഞ്ഞു. അന്ന് ശനിയാഴ്ച, വെള്ളിയാഴ്ച വൈകിട്ടേ പറഞ്ഞ് നമുക്ക് നാളെ രാവിലെ, ശനിയാഴ്ച രാവിലെ നമുക്ക് മലയാറ്റൂർക്ക് പോകാം. രാവിലെ പോയാൽ വൈകിട്ടത്തേക്ക് മലയാറ്റൂർ ചെല്ലും. ഇപ്പം മലയാറ്റൂർ എല്ലാവരും ചെല്ലുന്ന ആ സമയമാണല്ലോ, അതുകൊണ്ട് നമുക്ക് വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് നമുക്ക് പിന്നെ രാത്രി മല കയറാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ മലയാറ്റൂർക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങി. ആഹാര സാധനങ്ങൾ, അന്ന് പകൽ കഴിക്കാനുള്ള ആഹാര സാധനങ്ങളൊക്കെയും വണ്ടിക്കകത്തെടുത്ത് വെച്ചു. രാത്രിയിലുള്ള ആഹാരം നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് അവിടുന്ന് യാത്ര പുറപ്പെട്ടു. അവർ മലയാറ്റൂരിലേക്ക് യാത്ര തിരിച്ചു. മക്കൾക്കൊക്കെയും വളരെ സന്തോഷം, അമ്മച്ചിക്ക് അതിനേക്കാളും സന്തോഷം. കാരണം അമ്മച്ചിയുടെ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമാണ് മലയാറ്റൂർ ഒന്ന് യാത്ര, ഒരു തീർത്ഥാടനം നടത്തുക എന്നുള്ളത്. തന്നെയല്ല ആ പള്ളിയിൽ ചെല്ലണം, അന്ന് കുർബാന ഒന്ന് കാണണം, തനിക്ക് അല്പം നേർച്ചയുണ്ട്, ആ നേർച്ച അവിടെ അർപ്പിക്കണം. ഇതൊക്കെ അമ്മച്ചിയുടെ ആഗ്രഹമായിരുന്നു. കാരണം ജോസൂട്ടിയുടെ അപ്പച്ചൻ മരിച്ചിട്ട് 15 വർഷം കഴിഞ്ഞു. ജോസൂട്ടിക്ക് 2 പെങ്ങന്മാരായിരുന്നു. ആ 2 പെങ്ങന്മാരെയും ജോസൂട്ടിയുടെ അന്വേഷണത്തിലാണ് ജോസൂട്ടി കെട്ടിച്ചു വിട്ടത്. അപ്പം മറ്റുള്ള ബാധ്യതകളൊന്നും ജോസൂട്ടിക്കില്ല. എല്ലാ ബാധ്യതകളും തീർത്തു. പെങ്ങന്മാരാന്ന് പറഞ്ഞാലും അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ വരും, അമ്മച്ചിയുടെ കാര്യങ്ങൾ തിരക്കാൻ വരും, ജോസൂട്ടിയുടെ കാര്യങ്ങൾ തിരക്കും. ജോസൂട്ടിയാണ് മൂത്തത്, ബാക്കി 2 പെങ്ങന്മാരെ ഇളയത്തങ്ങളാണ്. അപ്പം ജോസൂട്ടി പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടു, നല്ലൊരു വീട് വെച്ചു. ആ വീട്ടിൽ സുഖമായിട്ട് അവർ കഴിയുന്നത്, യാതൊരു കുഴപ്പവുമില്ല, വളരെ സന്തോഷമായിട്ട് കഴിയുന്നൊരു വീട്. അങ്ങനെയാണ് അമ്മച്ചിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ജോസൂട്ടി മലയാറ്റൂരേക്ക് യാത്ര തിരിച്ചത്. വഴിയിൽ കാഴ്ചകളൊക്കെ കണ്ട് അവരിങ്ങനെ മുന്നോട്ട് യാത്ര പോയി. മലയാറ്റൂർ ചെന്നു. സന്ധ്യ ആയപ്പം തന്നെ മലയാറ്റൂർ ചെന്നു. അവർ വണ്ടി ഒതുക്കിയിട്ടിട്ട് അവർ മല കയറി. പള്ളിയിൽ ചെന്ന് അമ്മച്ചി നേർച്ചയിട്ടു, കുർബാന കണ്ടു. മക്കൾ അവിടെയുള്ള നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു. അവർക്ക് ആവശ്യമുള്ളതൊക്കെയും വാങ്ങിച്ചു കൊടുത്തു. അവർ ആഹാരം കഴിച്ചു. അവർ മല ഇറങ്ങി. നേരം വെളുക്കാറായപ്പോഴത്തേക്കും മല ഇറങ്ങി വന്നു. അപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകാം. കാരണം ഇപ്പം അങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ ഒരു സന്ധ്യയൊക്കെ ആറാകുമ്പോൾ നമുക്ക് വീട്ടിൽ തിരിച്ച് ചെല്ലാം എന്ന് ജോസൂട്ടി പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ ഇന്നലെ രാത്രിയിൽ നമ്മളാരും ഉറങ്ങിയില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, നീ വണ്ടിയെ തന്നെ കയറി കിടന്ന് കുറച്ച് നേരം ഉറങ്ങുക, ഞങ്ങൾ വണ്ടി ഇരുന്നോളാം, അല്ല ഞങ്ങൾ വെളിയിൽ നിന്നോളാം, നീ കുറച്ച് നേരം ഉറങ്ങ്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇന്നലെ ഉറക്കളച്ച് വണ്ടി ഓടിക്കുമ്പോൾ നിനക്ക് ക്ഷീണമല്ലേ, അത് ബുദ്ധിമുട്ടല്ലേ. അപ്പം ജോസൂട്ടി പറഞ്ഞു, സാരമില്ല അമ്മച്ചി, നമുക്കങ്ങ് പോകാം, നമുക്ക് സന്ധ്യ ആകുമ്പോഴത്തേന്
നമുക്കങ്ങ് വീട്ടിൽ ചെല്ലാമല്ലോ. അപ്പോൾ സുമയും പറഞ്ഞു, ഈ ചായ അല്പനേരം ഒരു അരമണിക്കൂറെങ്കിലും വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ജോസൂട്ടി പറഞ്ഞു, സാരമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് യാത്ര നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. നമ്മൾ അമ്മച്ചിയുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നില്ലയോ. അപ്പം പിന്നെ എല്ലാവരും സമ്മതിച്ച്. ജോസൂട്ടി പറഞ്ഞതിന് ഇതിൽ പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല. അവർ യാത്ര തിരിച്ച് അങ്ങ് കുറച്ചിങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ജോസൂട്ടിക്ക് എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത പോലെ തലയ്ക്ക് തോന്നി. പെട്ടെന്ന് വഴിയരിമ്പിലായിട്ട് വണ്ടി ഒതുക്കിയിട്ടു. അപ്പം അമ്മച്ചി ചോദിച്ചു, എന്താ മോനെ, നിനക്ക് എന്താ പറ്റി? അപ്പോൾ ജോസൂട്ടി പറഞ്ഞു, എന്തോ എനിക്കൊരു വല്ലാത്തൊരു പ്രയാസം പോലെ തോന്നുന്നു. അല്പനേരം 10 മിനിറ്റ് ആ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് ആ ക്ഷീണം മാറി. ജോസൂട്ടി വീണ്ടും വണ്ടി ഓടിക്കുവാൻ തുടങ്ങി. വണ്ടി ഓടിച്ച് മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വീണ്ടും ജോസൂട്ടിക്ക് അസ്വസ്ഥതയുണ്ടായി. വീണ്ടും റോഡിൻ്റെ സൈഡിലേക്ക് വണ്ടി അടുപ്പിച്ചിട്ടു. ആ സമയത്ത് പെട്ടെന്ന് മുന്നിൽ വന്നായ ഒരു ബസ് ആ വണ്ടിയിൽ വന്ന് ഇടിക്കുകയും ആ വണ്ടി അതിൻ്റെ ശക്തിയാൽ തെറിച്ച് താഴെയുള്ള തോട്ടിലേക്ക് വീഴുകയും ചെയ്തു. അവിടെയുള്ളവരെല്ലാം ഓടിക്കൂടിയപ്പോൾ കണ്ട കാഴ്ച, ആ വണ്ടിയിലുള്ള 5 പേരും അവിടെ മരിച്ചു പോകും.